ചാർലി ബാക്കിയില്ലല്ലോ എല്ലാം. ഹിന്ദി പറഞ്ഞിട്ട് ഇപ്പൊ വായിച്ചതിനാ. അമ്മ പോന്നേ കുഞ്ഞിനെ കൂട്ടാതെ. നീ പോന്നില്ലേ? ഹലോ ഗായ്സ്, അപ്പം ഇന്നലെ നമ്മ അങ്ങനെ നാട്ടിലെത്തി. അപ്പം ഇന്നലെ പിന്നെ എനിക്ക് ഫുള്ള് വന്ന് ടയേർഡായി. പിന്നെ ഒരു കല്യാണ പരിപാടി ഉണ്ടായി, അങ്ങനെയെല്ലാം ഫുൾ ബിസിയായി. ഇപ്പം രാവിലെ ഞാനും ചാർലിയും കുട്ടും കൂടിയിട്ട് നടക്കാൻ ഇറങ്ങിയത്. ഞാൻ കാണിച്ചു തരാം ചാർലീനെ. അയ്യേ, ചാർലി മുത്തിക്കുന്നുണ്ടായിരുന്നു. നോക്ക് ചാർലി, 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 ചാർലി പുല്ല് തിന്നുന്നുണ്ട് ഗൈസ്. എപ്പോട്ടാ അപ്പോൾ രാവിലെ കുറച്ച് മഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്, മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എണീക്കുമ്പോഴേക്കും കുട്ടുവിനെ കാണുന്നില്ല. നോക്കുമ്പോഴേക്കും കുട്ടുവും ചാർലിയും കൂടി നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ വേഗം എണീച്ചിട്ട് വന്നിട്ട് അല്ല വേറൊരു നായിണ്ടല്ലോ അവിടെ പാഞ്ഞിട്ട് വരുന്നു. കാര്യം ഞാൻ കുട്ടുവിനെ പോലെ ഇന്ന് പല്ല് തേച്ചിട്ടില്ല ഗൈസ്, കാരണം ഞാൻ ബ്രഷ് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം പോയിട്ട് ബ്രഷ് കൊണ്ടുവന്നിട്ട് വേണം പല്ല് തേക്കാൻ. പക്ഷെ പല്ല് തേച്ചില്ലെങ്കിലും എന്നെ കാണാൻ നല്ല സുന്ദരിയല്ലേ ഗൈസ്. ചാർലിയിലെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ചാർലിനെ കാണുമ്പോൾ ഓടി വന്നിനി. ചാർലി, നിന്റെ ഫ്രണ്ട് വന്നിട്ടതാ. എന്തിവര് ശരിയില്ലേ? രണ്ടാൾ ഓടിപ്പോയി. അപ്പോൾ ഇവിടെയെല്ലാം കുറേ വീട് കെട്ടുന്നുണ്ട് ഗൈസ്. നമ്മ അന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നും കെട്ടുന്നുണ്ടായിട്ടില്ല, പക്ഷെ ഇവിടെ കുറേ വീട് കെട്ടുന്നുണ്ട്. പുല്ല് തിന്നുന്ന ചാർലി. എന്ത് ഫീലാണ് നാട്ടിൽ വന്നിട്ട്? അങ്ങനെ ഉണ്ട് നാടെല്ലാം. ഒറ്റ ബസ്സേ ഉള്ളൂ കേട്ടാ. ബുദ്ധള മതി, ബാ പോവാ, ബാ. ബുദ്ധള come on, let's go home, come on. ഇന്ന് Charlie, Charlie, ba? Bangun nyo! Cinggudu!
അമ്മ പോകുന്നില്ല അച്ഛൻ വണ്ടിയിൽ പോകുമ്പോ ഞങ്ങ പോന്നിട്ടാ ഹിന്ദി പറഞ്ഞിട്ട് ഇപ്പൊ വായിച്ചതിനാ കാപ്പി വരുന്ന നീ ഇതാ ഞങ്ങ പോന്ന് എന്താ എന്തായിട്ട് ഇവന്റെ അടുത്ത് നടക്കുന്നു ഔട്ടു കുഞ്ഞോ കുഞ്ഞു ഇത് അച്ഛൻ വണ്ടിയിൽ പോന്നിട്ട് ബാപ്പു അല്ല ബാബു പോലെ അച്ഛൻ പോകുന്ന കാറില് പാടാ ചാർലിനെ കാണാൻ വേണ്ടിട്ട് വന്ന വേറെ അതിനെ ചാർലി പഠിപ്പിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ എടുക്കുന്നു നിങ്ങളാ ചാർലിക്ക് ഭയങ്കര സ്പീഡ് എനിക്ക് ചാർലിന്റെ ബാക്കിൽ എത്താൻ പറ്റുന്നില്ല അയ്യോ ഈ നാട്ടിലെ ബോസാണ് ഇത് എല്ലാരും പഠിപ്പിക്കുന്നത്
കുഞ്ഞു ചാർലി എന്തടാ എന്താക്കുന്നേ? അത് ഞാൻ അമ്മ പോന്നേ കുഞ്ഞിനെ കൂട്ടാതെ. നീ പോന്നില്ലേ? കുഞ്ഞു പോന്നില്ലേ? പറഞ്ഞൂടെ കുഞ്ഞു പോടാ മേരക്ക കാറില്. കുഞ്ഞി 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 പോന്നില്ല അമ്മേരക്ക. അത് അച്ഛന് പോയി. അതമ്മ പോന്നെ. അത് നല്ല കഥ. ഐ അമ്മ പോയി ചേച്ചി പോയി. അമ്മ പോന്നു ഇപ്പൊ. ചാർലി ഇങ്ങോട്ട് പോയി. നീ ചേച്ചിടാ ഞാനും കുട്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം ഇപ്പം കല്യാണം ആയതുകൊണ്ട് വീട്ടിൽ ഫുള്ള് പണി നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് അവർ അടുക്കളയിലാണ് പണിയെടുക്കുന്നുള്ളത്. അടുക്കളയിൽ പോകാനേ പറ്റുന്നുണ്ടായിട്ടില്ല, ഫുള്ള് പൊടിയിലേക്ക്. ഇപ്പോഴും പണിയെടുത്തോണ്ടുണ്ട്, പക്ഷേ വിശക്കുന്നതുകൊണ്ട് നമ്മൾ പോയിട്ട് എടുത്തിട്ട് കഴിക്കുന്നു. ഇവിടെ ആരുമില്ല, അച്ഛനും അമ്മയൊന്നും ഇല്ല, അവരൊരു കല്യാണത്തിന് കഴിഞ്ഞ് ഞാൻ കുട്ടും മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ചോറിന് നമുക്ക് നല്ല ചോറും മീൻകറിയും ചീരപ്പേരിയും മീൻ പൊരിച്ചതും. യമ്മി ഗൈസ്, വെരി യമ്മി. ലോങ് ടൈം നെവർ സീ. ലോങ് ടൈം നെവർ സീ. കുട്ടു മാമൻ കുച്ചുന്നാ പാങ്ങണ്ടാ. പിന്നെ ചാർലി ഉണ്ട് കേട്ടോ. ചാർലി അപ്പുറത്ത് പുറത്ത് ഉറങ്ങുന്നുണ്ട്. നല്ല രാവിലെ കുറച്ച് നല്ല ക്ഷീണിച്ചിനും തോന്നുന്നു. നല്ല പാങ്ങിൽ ഉറങ്ങുന്നുണ്ട്. നമ്മ ഉള്ളിലുള്ളതൊന്നും കണ്ടിട്ടല്ലേ, നമ്മ ഉള്ളിലേക്ക് വരുമ്പോൾ ഓന് ഉള്ളിൽ വരേണ്ടതാണ്. അപ്പോൾ ആൾ നല്ല വൃത്തിക്കാട് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആക്കാൻ പോയില്ല. ശരിയില്ലേ? എന്നാലും നീ എന്റെ സുന്ദര കുട്ടപ്പനല്ലേടാ കുട്ടാ. അയ്യോ നല്ല വെയില്, കണ്ണിനടിക്കുന്ന വെയില്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ലെറ്റ് മീ പുട്ട് സീറ്റ് ബെൽറ്റ്.
ആർ ഗോയിങ് ടു അമ്മമ്മേനെ കാണാൻ. അപ്പൊ ആദ്യം അമ്മമ്മേനെ കാണണം. അപ്പൊ അച്ചു വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ അച്ഛമ്മേടെ അടുത്തേക്ക് പോകും. അച്ഛമ്മേനെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇളയമ്മേൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് പോവാനുണ്ട്. ഇപ്പൊ തന്നെ സമയം 4 മണിയായി. നോക്കാം എത്ര സമയമാവും വരുമ്പോഴത്തേക്ക്. അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വേഗം വരുന്നത്. നമ്മ എന്തായാലും ലേറ്റ് ആവുന്ന ഉറപ്പുണ്ട് എനിക്ക്. അമ്മേനെ വന്ന് ചീത്ത കിട്ടും ഗൈസ്. ഇപ്പൊ നല്ല വെയിലുണ്ട് പുറത്ത്. കണ്ണിന് തന്നെ ഭയങ്കര ലേറ്റ് അടിക്കുന്നു. അപ്പൊ കുട്ടീന്റെ കണ്ണിലേക്ക് അടിക്കും അല്ലേ? സൂര്യൻ ബാക്കിൽ വരും. നമുക്ക് ഒരു സാധനം വാങ്ങാനുണ്ട് ടൗണിൽ നിന്ന്. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. സർപ്രൈസ്. വേലക്കുന്ന് അമ്പലത്തിന്റെ അടുത്തെത്തി. ഇതാണ് വേലക്കുന്ന് അമ്പലത്തിന്റെ ഗേറ്റ്. പോന്നില്ലല്ലേ അങ്ങോട്ടാ? ഇപ്പൊ നമ്മ കുറ്റിക്കോല് കഴിഞ്ഞിട്ട് ബേത്തൂർ പാറ പോകുന്നുണ്ട് അമ്മമാരെ വീട്ടിലേക്ക്. അമ്മമാരെ കാണാൻ. പാട്ട് കുറുകി. അയ്യോ എന്റെ പാട്ടിന് കോപ്പിറൈറ്റ് വരും. ഞാൻ പാട്ട് പാടുന്നില്ല. കുട്ടുവിന്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിയുടെ ബാക്കിലുണ്ട്. അപ്പൊ നമ്മള് നിൽക്കുന്നുണ്ട്. കുട്ടുവിന്റെ ഫ്രണ്ട് ബാക്കിലുണ്ട്. അപ്പൊ ഓനോട് മിണ്ടാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഓനെ ഞാൻ കാണിച്ചു തരാം. നീ യൂട്യൂബിൽ വരും. നീ യൂട്യൂബിൽ വരും. കിട്ടും. അത് ഞാൻ പറയില്ല. അത് ഞാനിത് പറയില്ല. ഇവനുണ്ടോ? അല്ലേ? അങ്ങനെ നമ്മൾ അമ്മാവിന്റെ വീട്ടിലെത്താനായി ഗൈസ്. ഓ ഇത് കുഞ്ഞുമാവന്റെ വീട്. പക്ഷെ അവര് താഴെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കയറുന്നില്ല. ഐ തിങ്ക് താഴെ ഇവിടെ ഇല്ല. അമ്മാവന്റെ വീട് എത്തി ഗൈസ്. പുതിയതെടുത്തിട്ടാ ഇതെല്ലാം മതി. താങ്ക് യു. വേറെ എന്തെങ്കിലും കൂടി പറയുന്നില്ല. അമ്മായിനെ പറഞ്ഞില്ല കാണുന്നില്ല. ഇടും. ആ പിന്നെ
പറപ്പിച്ച് വിടുവാപ്പാ. അല്ല മറ്റേത് വേറൊന്നില്ല ആ ഡ്രൈവിങ് ആ മറ്റേ പാട്ടിടി അമ്മണിക്ക് എന്ത് എനിക്ക് വിട്ടോ ബത്തക്കണ്ടേ എല്ലാം വെള്ളക്കീറും ഒരു വെള്ളക്കീറി നടത്തോ നല്ല പൊറോട്ടയും നാടൻ കോഴിക്കറിയും ഇത് അമ്മാവൻ ഉണ്ടാക്കി കോഴിക്കറിയാ. അപ്പൊ കൊന്നതായി ആരോചാരം ആയി ഓക്കെ. ഇത് എൻ്റെ വീഡിയോക്ക് മാത്രം എൻ്റെ വീഡിയോയിൽ കമന്റ് ഇടുന്ന ഒരേ ഒരാൾ അച്ചു എനിക്ക് തന്നെ മുട്ടായിയാണിത്. അപ്പൊ നമ്മ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റായി. ഇപ്പൊ നമ്മ നേരെ അച്ഛമ്മേടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോ രാത്രിയായി, ഇപ്പൊ ഒരു 7 മണിയായി. അപ്പൊ അത്ര പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല, കാരണം ലൈറ്റ് ഇല്ലാത്തോണ്ട് രാത്രിയായില്ലേ. അപ്പൊ ഞാൻ ശ്രമിക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പുറക്ക് പോകണം എന്നല്ല വിചാരിച്ചു നേരത്തെ പോയിട്ട്, പക്ഷെ ഇന്ന് എന്തായാലും ആ പോക്ക് നടക്കില്ല. അതുകൊണ്ട് വേറൊരു ദിവസം ഞാൻ പുറക്ക് പോയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് പുഴ. പണ്ടൊക്കെ പുഴയിൽ നീന്താനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പോകും വെറുതെ. എന്നിട്ട് സൈഡിൽ മൂത്തമ്മ നനക്കുമ്പോൾ ഞാൻ സൈഡിൽ വെറുതെ ഇരിക്കും. അപ്പൊ പിന്നെ യൂട്യൂബ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടേണ്ടി. പക്ഷെ അപ്പോൾ യൂട്യൂബ് ഉണ്ട്, എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാന്ന്. അപ്പോൾ വേറൊരു ദിവസം ഞാൻ പറ്റുമെങ്കിൽ പുഴയെല്ലാം കാണിച്ചു തരാം. ഞാൻ അച്ഛമ്മേടെ അടുത്ത് പോയിട്ട് ഇളയമ്മേൻ്റെ അടുത്തും കൂടി പോകാനുണ്ട്. നമ്മ അങ്ങോട്ട് നെയ്യങ്കായത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛമ്മ നെയ്യങ്കായത്തുണ്ട്. അപ്പൊ ഇത് നെയ്യങ്കായത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷെ പകല് വരണം, പകല് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ രാത്രി ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് 2 സൈഡിലും കാടാണ്. ആന ഇറങ്ങുന്ന കാട് വെറുകാടല്ല അത്. പക്ഷെ ഇപ്പൊ ആന എന്താന്ന് അറിയില്ല എനിക്ക്. കണ്ടാൽ ഇതൊരു വൈൽഡ് ലൈഫ് ട്രിപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ മുംബൈയിലെ റോഡിൽ ഉണ്ടാവലുണ്ട് എന്ന് പറയുന്ന കേക്കലുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും കേൾക്കാതെ കുറച്ചായി, അറിയില്ല ഇപ്പൊ. ഇത് ഈ മതിൽ നോക്കൂ. ഈ മതിൽ എൻ്റെ അച്ഛൻ പണ്ട് കുത്തിപ്പൊളിച്ച മതിലാണ്, പക്ഷെ അതിപ്പോ കെട്ടിയൊരു നേരെ. പണ്ട് ഞങ്ങൾക്കൊരു വണ്ടി കുത്തിപ്പൊളിച്ച സ്മാരകമുണ്ട്. പുഴ കാണാൻ പറ്റും, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഫുള്ള് ഇരുട്ട് മാത്രമേ കാണുന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതാണ് എൻ്റെ അച്ഛമ്മ. അച്ഛമ്മ ഹായ് പറഞ്ഞു, ഹായ് പറയും.
പോയിട്ടിരിക്കണേ ഞാൻ കൊണ്ടുവരുന്നു അല്ല എന്നോട് കാണിച്ചു എന്തി തങ്ങളെ എന്തോ ഒളിപ്പിച്ചു വെച്ചു. ഇത് തങ്ങളെ ഒളിപ്പിച്ചു വെച്ചത്. ഓ ഫ്രൈഡ് റൈസ് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്. ഞാൻ പണ്ട് അരിയുടെ ഉള്ളിൽ കോലുമിട്ടായി ഒളിപ്പിച്ചു വെച്ചാൽ അരിയുടെ ഉള്ളില് ഓക്കെ ബൈ ബൈ. ഒരു അപ്പോ നമ്മ എല്ലാരും വീട്ടിൽ പോയി. എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനേ പറ്റിയില്ലോ, കാരണം കുറെ നാളിന് ശേഷം കണ്ടതുകൊണ്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടേ, കുറെ സംസാരിക്കാനെല്ലാം ഉണ്ടായി. എന്നിട്ടിപ്പോ സമയം രാത്രി 10 മണി 10:30 11 മണി തന്നെ ആയി, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മള് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മ പോകുന്നത് ചൊട്ടപ്പാലത്തിലേക്ക് കൂടിയിട്ടാണിത്. പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത പാലമാണ്. നമ്മളെ വീട്ടിലേക്ക് കുറെ കൂടെ അടുത്താണ് ഈ പാലത്തിലേക്ക് കൂടിയിട്ട് പോയാല്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ രാത്രിയായി. ഫസ്റ്റ് ടൈം ആണ് ഇതിൽ പോകുന്നത്. വഴി അത്ര പരിചയമില്ല. ഇനി വല്ല വന്യമൃഗങ്ങളും വരുമോന്നും അറിയില്ല. ഞാൻ പകൽ വെളിച്ചത്തിൽ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഈ വഴി കാണിച്ചു തരാം. എന്തായാലും ഇപ്പൊ ഞാൻ രാത്രിയുള്ള വഴി കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, എന്തെങ്കിലും കാണുമോ? ഒന്നും കാണൂലായിരിക്കും. ഇത് കുറച്ചും കൂടി ഫോറസ്റ്റ് ടൈപ്പ് അങ്ങനത്തെ റോഡ്. കിട്ടോ പേടിയാന്നാടാ? ഇല്ല അല്ലേ? നോക്കാം നമുക്ക്. നോക്കുന്നു, നമ്മ പോയിട്ട് നോക്കുന്നു. രാത്രി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല പുറത്തെല്ലാം എന്തിയ കാടോ നാടോ എന്തിന്ന്. അങ്ങോട്ട് പോയി നോക്കാം. ത്തിലേക്ക് 2 കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാ നമുക്ക് പേടിയാന്ന് കിട്ടും. ഗ്ലാസ് പൊന്തിക്ക് വന്യമൃഗങ്ങൾ വന്നിട്ട് കാട്ടുപോത്തിന് ഗ്ലാസിന്റെ ഉള്ളിലൂടെ ചാടിയില്ല. ആട്ടുപോത്തിന് വലിയ കൊമ്പുണ്ട്. മലങ്കാട്. സൈഡില് ഗ്രില്ലല്ല, അത് മരത്തിന് വേണ്ടിട്ടുള്ള കവറിങ് അല്ലേ? പിന്നെ ഇത് കറണ്ടിന്റെ അല്ല, കറണ്ടിന്റെ ഗ്രില്ലല്ല. ആ എനിക്ക് പേടിയായാലും എന്നോട് പറയരുത്. എനിക്ക് പേടിയുണ്ട് കേട്ടോ. ആ, കാരണം എനിക്ക് ഓൾറെഡി പേടിയാണ്. ഇതിലൊരു നാലാം മനുഷ്യനില്ല. പീരാൻ കുടുക്കിയ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. മനുഷ്യൻ പറ്റി ഇനി വല്ല പ്രേതങ്ങളും ഉണ്ടെങ്കിലായി.
ശരി, അങ്ങനത്തെ ഒന്നിനെ കാണല്ലേ. ഇതുവരെ ഒരു വീട് കണ്ടില്ലല്ലോ. ഇല്ല വീട്. ഇതായിരിക്കും അവര് പറഞ്ഞ വീതി പറഞ്ഞ റോഡ് അല്ലേ? ആര് പറഞ്ഞേ? എല്ലാരും പറയുന്നുണ്ട് വീതി കുറവ് റോഡിന്. പാലെത്തിയാ ഇപ്പൊ നമ്മ ചെറിയ വീതി കുറഞ്ഞ റോഡിൽ നിന്ന് വീതി കൂടിയ റോഡിലേക്ക് കയറി. ഇപ്പൊ കുറച്ച് പേടി കുറഞ്ഞു, കാരണം ഇവിടെ 2-3 വീടെല്ലാം കാണാം. 2-3 കൊറേ വീട് കാണുന്നുണ്ട്. ഇപ്പൊ നൗസീൻ അതാ ഇപ്പൊ പാലത്തിലേക്ക് എത്താനായി. കയ്യല്ലേ എന്ത് പറ്റുള്ളത്? ഇതാ പാലം. അങ്ങനെ നമ്മൾ പുതിയ പാലത്തിലെത്തി. അരെ വാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ ബാക്കി ഒരു വ്ളോഗിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു, ഗുഡ് നൈറ്റ്.